എടി പെണ്ണിനെ തല്ലിക്കൊല്ലിട്ടു കത്തി എടുത്തിട്ട് വായിച്ചിപ്പോ വീട്ടിലേക്ക് മാത്സ് പഠിക്കാൻ വേണ്ടി വന്നിട്ട് അതെ ഗൈസ് അങ്ങനെയുള്ള കർമ്മത്തിനാണ് ഇവർ എന്റെ വീട്ടിലേക്ക് എത്തിച്ചു തന്നിട്ടുള്ളത്. എന്റെ തലമാന്തി ഇരിപ്പ് കണ്ടാലും അറിയാം മാത്സ് പഠിത്തം എവിടെ എത്തി. ഞങ്ങളുടെ പഠിപ്പിന്റെ പുരോഗമനം അറിയാം എന്റെ അമ്മയും വലിയമ്മയോട് സൂക്ഷ്മമായി നോക്കിക്കൊണ്ട് 1.5 ഞങ്ങൾ സക്സസ്ഫുള്ളി 6 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ്. പിന്നെ ഫുഡ് കഴിക്കാനുള്ള സമയം ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. ഇവരിവിടെ ഫുഡ് കഴിക്കാതെ എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടാണ് നല്ല ഇരിക്കാനും മടി. ഞാൻ ചിലവർക്ക് എല്ലാവർക്കും നല്ല കൂൾ വാട്ടർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ വെള്ളം കുടിക്കുന്നത് വരെ പെൺകൊച്ചി എടുത്ത് വെച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. എവിടേക്കാണ് കെട്ടി ഒരുങ്ങി പോകണമെന്ന് വെച്ചാൽ എന്ന് ഇതൊക്കെ വെച്ച് പറഞ്ഞു തരും. ഞങ്ങൾ പുഴ കാണാൻ വേണ്ടി പോകാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും നമ്മൾ എത്ര പേരുണ്ടാ മൊത്തം 1 2 3 4 5 ആൾക്കാരുണ്ട്. അപ്പൊ ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പോകാൻ. നമ്മുടെ മിങ്കാന അങ്ങനെ ഞങ്ങൾ പുഴ റീച്ച് ചെയ്തു. കുറച്ച് തന്നെ വെള്ളത്തിൽ കാലക്കെട്ടി നിന്നു. പക്ഷെ ഒരാൾ മാത്രം വന്നില്ല. വെള്ളത്തിന് പൂതം ഒടുക്കത്തെ കാറ്റായിരുന്നു കേട്ടോ. അത് നിങ്ങൾക്ക് ഈ ക്ലിപ്പ് കണ്ടാലേ മനസ്സിലാവും. കഷ്ടപ്പെട്ട ഒരു വീഡിയോ എടുത്ത് തരുമ്പോഴേക്കും പറയണം നാട്ടുകാരെ ഒരു കൂവി വിളിക്കുകയായിരുന്നു. ഞാൻ പേടിച്ചു കൊടുത്ത് പോരാനുണ്ട്. അതിൽ അവസാനം 2 പേര് ബസ് കയറി പോയി. എന്തായാലും ഞങ്ങൾ കുറച്ച് പേര് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അതിനുശേഷം ഇവരെല്ലാവരും വീട്ടിൽ പോയി. അപ്പൊ ഇത്രയുള്ളൂ. ബൈ.